സർവ്വ അമലുകളും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നരകത്തിന്റെ അവകാശികളാണ്. അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യുന്ന എല്ലാ ആളുകളും അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളും നരകത്തിന്റെ അവകാശികളാകും. ഇന്ന് അമലുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള ചിന്ത, അമലുകൾ കൂടുതലായി ചെയ്യാത്ത ആളുകളെ കാണുമ്പോൾ അവരെക്കാളൊക്കെ ഞാൻ നല്ലവനാണെന്നുള്ള ചിന്ത, ഒരു ചെറിയ രൂപത്തിലുള്ള അഹങ്കാരം വരും അമലുകളുടെ വിഷയത്തില്. അമലുകൾ ചെയ്യാത്ത ആളുകളെയും പാപം ചെയ്യുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തരം താഴ്ന്ന് കാണുക. അമുസ്ലിം സുഹൃത്തുക്കളെ കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ വേർതിരിവുണ്ടാവാൻ പാടില്ല എന്നതാണ്. ഇങ്ങനൊരു ചിന്ത പിശാചിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. കാരണം അമലുകൾ കൂടുതലായി ചെയ്യുന്ന ആളുകളെയൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ് പിശാചി തെറ്റിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ അമലുകൾ ചെയ്താലും നമ്മൾ ഒന്നുമല്ല എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇനി അഥവാ അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ വന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു രൂപത്തിൽ ചിന്തിക്കുക, അല്ലാഹുവേ, ഒരുപാട് അമലുകൾ ചെയ്ത ആബിദീങ്ങളും ആലിമീങ്ങളും ഒക്കെ ഇന്ന് നരകത്തിന്റെ അവകാശികളാണ്. അതിൽ പലരും അവസാനം കാഫിറായിട്ടാണ് മരണപ്പെട്ടത്. വളരെ മോശപ്പെട്ട് ജീവിച്ച പലരും അവസാനത്തിൽ നന്നാവുകയും ഈമാനോട് കൂടിയാണ് മരണപ്പെട്ടത്. എന്റെ നാളത്തെ അവസ്ഥ എന്താകും റബ്ബേ എന്നുള്ള സങ്കടമാണ് മനസ്സിൽ വരേണ്ടത്. അതാണ് യഥാർത്ഥ ഇഖ്ലാസ് ഉള്ളവരുടെ അടയാളം. അമലുകളെല്ലാം ചെയ്യുകയും അതിൽ അഹങ്കരിക്കാനാണെങ്കിൽ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അമലുകൾ ചെയ്യുന്നത്? അതിനേക്കാൾ ചെയ്യാതിരുന്നാൽ പോലെ. അതുകൊണ്ട് അമലുകൾ ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ആര്? അഹങ്കാരമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അണിമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് പ്രവേശമില്ല എന്നാണ്.